തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുന്നു. സർട്ടിഫിക്കറ്റ് ആവശ്യത്തിന് വന്ന പ്രാദേശിക ഇടതു നേതാക്കൾ ജീവനക്കാരെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുന്നത്. ടിൻഡുദാസ് വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു. ടിൻഡു, എന്താണ് സംഭവം? ടിൻഡു, കേൾക്കാമെങ്കിൽ കടകംപള്ളി വില്ലേജ് ഓഫീസിലാണ് ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുന്നത്. സർട്ടിഫിക്കറ്റ് ആവശ്യത്തിന് വന്ന പ്രാദേശിക ഇടതു നേതാക്കൾ ജീവനക്കാരെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് കൂട്ട അവധി. എന്നായിരുന്നു സംഭവം? പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണരാജ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മിനി സിവിൽ സ്റ്റേഷന് കൂടിയായിട്ടുള്ള കടകംപള്ളി വില്ലേജ് ഓഫീസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇവിടെ ഒരു ജീവനക്കാർ പോലും ഇന്ന് എത്തിയിട്ടില്ല. വെറുതെ കിടന്ന് കറങ്ങുന്ന ഫാനുകൾ മാത്രമുണ്ട്. ഇവിടെയൊക്കെ ജീവനക്കാർ വരേണ്ടതാണ്, പക്ഷേ ഇവരാരും ഇന്ന് എത്തിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന ആ ചേട്ടൻ ഇന്നലെ വൈകുന്നേരം ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് ചെറുവക്കൽ വില്ലേജിലാണ്. ഇന്നലെ വൈകുന്നേരം ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇന്ന് ജീവനക്കാരും ഇവിടെ ഇല്ല, ഇന്നത്തേക്ക് ഡ്യൂട്ടിക്ക് ഇവിടെ വരണമെന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത് ഇന്നലെ? പറഞ്ഞത് ഇവിടെ സ്റ്റാഫുകളൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ വന്ന് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ ആൾക്കാരൊക്കെ വന്നിരുന്നു? 4-5 പേര് വന്നിട്ടുണ്ടായിരുന്നു. വില്ലേജ് ഓഫീസറാണോ വിളിച്ചു പറഞ്ഞത്? അല്ല, HQDT എന്ന് പറയും. ഞാൻ ചെറുവയ്ക്കൽ വില്ലേജ്. ഇന്നത്തേക്ക് മാത്രം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ ഇന്നലെ രാത്രിയാണ് ഇവിടത്തേക്ക് വരാനായിട്ട് വിളിച്ചു പറയുന്നത്. അതിനുശേഷം ഒരാളെ ഇവിടെ താൽക്കാലികമായിട്ട് ഒരാളെ ഇന്നത്തേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം ഇന്ന് ജീവനക്കാരെല്ലാം കൂട്ടത്തോടെ അവധി എടുക്കുകയാണ് ഉണ്ടായത്. ഇവർ പറയുന്ന കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കുറച്ച് ഇടത് നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി തർക്കമുണ്ടാകുന്ന സമയത്ത് ജീവനക്കാരെ മർദ്ദിക്കാൻ ശ്രമിച്ച ജീവനക്കാർ അവരെ തടയുന്ന സമയത്ത് അവരെ വീണ്ടും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ ഇന്നത്തെ ദിവസം ഈ വില്ലേജ് ഓഫീസിലെ അല്ലെങ്കിൽ ഈ കടകംപള്ളി വില്ലേജ് ഓഫീസ് പൂർണ്ണമായിട്ടും അവരുടെ ജോലി നിർത്തിവെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. നമുക്കറിയാം, ഇതൊരു മിനി സിവിൽ സ്റ്റേഷനും കൂടിയാണ്. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു വില്ലേജ് ഓഫീസ്. ഇവിടെ ഒത്തിരി ആവശ്യങ്ങൾക്ക് ഓൺലൈൻ സംവിധാനങ്ങളാണെങ്കിൽ പോലും ഒത്തിരി ആവശ്യങ്ങൾക്ക് ഇവിടെ ആളുകൾ എത്താറുണ്ട്. വില്ലേജ് ഓഫീസിന്റെ പുറത്ത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി. ചേട്ടാ, വില്ലേജ് ഓഫീസ് തന്നെയാണോ? വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ ഒത്തിരി ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഇവിടെ ആളുകൾ എത്താറുള്ളതാണ്. അവിടെയാണ് ഇത്തരത്തിൽ ജീവനക്കാർ കൂട്ടത്തോടെ അവധി എടുത്തുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ് ചേട്ടാ? അതായത് ഇന്ന് രാവിലെ ഇവിടെയുള്ള പൊതുജനങ്ങൾ വില്ലേജ് ഓഫീസിലേക്ക് വന്നിട്ട് വില്ലേജ് ഓഫീസിൽ പ്രവർത്തനം കാര്യക്ഷമം നടക്കുന്നില്ല, ഉദ്യോഗസ്ഥരില്ല എന്ന് അറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിയത്. എത്തിയ സമയത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളായിട്ട് ഇവിടെ ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ല. അതായത് 20-22 ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് 4-5 ഉദ്യോഗസ്ഥർ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അവർക്ക് വേണ്ട രീതിയിൽ ഇവിടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പ്രാദേശിക CPM നേതൃത്വം ഇടപെട്ടും കൊണ്ട് വഴിവിട്ട് ഈ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ആ വഴിവിട്ട് ഒരു സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുന്നതിന് വേണ്ടി CPM നേതൃത്വം ശ്രമിച്ച സമയത്ത് ഇവിടെ ഉദ്യോഗസ്ഥര് സീനിയോറിറ്റി അനുസരിച്ച് മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക CPM നേതാക്കൾ ഇവിടെ വന്ന ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആയതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ അവർ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഈ വില്ലേജ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനം നടക്കുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ സിവിൽ സ്റ്റേഷൻ്റെ പരിസരത്ത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇതിൻ്റെ പുറകിലാണ് പാർട്ടിയുടേതായിട്ടുള്ള പാർട്ടി കൊടികൾ, പാർട്ടി കൊടിമരങ്ങൾ, സ്തൂപങ്ങൾ ഒക്കെ വയ്ക്കുക. പിന്നെ പാർട്ടിയുടെ തന്നെ ഒരു ബോഡിയായിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. അതും ഉപയോഗിക്കുന്ന വാഹനമല്ല, കാലങ്ങളായിട്ട് അത് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ഇടപെടലിനെതിരെയാണ് എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥർ ഇന്ന് സമരം നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും മുന്നറിയിപ്പില്ലാത്തൊരു സമരമാണ് ഇന്ന് ഇവിടെ കടകംപള്ളി വില്ലേജ് ഓഫീസിൽ നടത്തിയിട്ടുള്ളത്. ഈ രാവിലെ തന്നെ ഒരു
ഓഫീസേഴ്സ് പോലും ഇവിടെ എത്തിയിട്ടില്ല. ഞാൻ രാവിലെ വില്ലേജ് ഓഫീസറുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹമല്ല ഫോൺ എടുത്തത്, പകരം ഇവിടെ ഉണ്ടായിരുന്ന ഈ ചെറുവിക്കൽ വില്ലേജ് ഓഫീസിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത്. ഇന്നലെ എന്തോ തർക്കം ഇവിടെ നടന്നു. ഈ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരെല്ലാം കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കുകയായിരുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇന്ന് ആരും ഇവിടേക്ക് എത്താതിരുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ ആദ്യം ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഈ വിഷയത്തിൽ റവന്യൂ വകുപ്പ് നടപടി എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ റവന്യൂ മന്ത്രിയുടെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. നടപടിക്ക് നിർദ്ദേശം നൽകി അവധിയെടുത്ത ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ. ഈ അവധിയെടുത്തതിനൊരു കാരണമുണ്ടല്ലോ. അവധിയെടുത്തത് തെറ്റാണ്, കൂട്ട അവധിയെടുത്തത് വളരെ തെറ്റാണ്. കാരണം പൊതുജനത്തിന് ആവശ്യത്തിനെത്തുന്നവർ എത്രമാത്രം ബുദ്ധിമുട്ടും എന്നറിയാം. പക്ഷേ അവർക്കെതിരെ നടപടിയെടുത്തത് നല്ല കാര്യം തന്നെ. പക്ഷേ അതേസമയം മറുവശത്ത് ജീവനക്കാരെ മർദ്ദിച്ചു എന്നൊരു ആരോപണമുണ്ടല്ലോ. അവരെവിടെയാണിപ്പോൾ? തീർച്ചയായിട്ടും ആ ആരോപണത്തിൽ അന്വേഷണമോ അല്ലെങ്കിൽ ആ ആരോപണം അന്വേഷിക്കാനുള്ള ഒരു ഇടപെടലോ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ജീവനക്കാരുമായിട്ട് സംസാരിച്ചാലേ പറ്റും. പക്ഷെ ഇന്നലെ ഇത്തരത്തിൽ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു വക്ക് വരെ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യുന്ന ഒരു ഘട്ടം വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ ഐകകണ്ഠേന ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നടക്കുന്നത് ഒരു ഏകാധിപത്യ നിലപാടാണ്. കാരണം ഇതിന്റെ പുറകിലത്തെ വശങ്ങളിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ, പുറകിൽ സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു പാർട്ടി ഓഫീസിന് പാർട്ടി ഓഫീസിനെ പോലെയുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ. അവരുടെ സാധനങ്ങൾ സൂക്ഷിക്കുക, പാർട്ടി പതാകകൾ, ചാരിറ്റബിൾ വാഹനം, അങ്ങനെ എല്ലാം ഈ സിവിൽ സ്റ്റേഷന്റെ ഗ്രൗണ്ടിനകത്താണ് എല്ലാം, അല്ലെങ്കിൽ അവരുടെ കോമ്പൗണ്ടിനകത്താണ്. അങ്ങനെയെങ്കിൽ അവരുമായി അടുത്ത ബന്ധമുള്ളവർ, അതിനെ അനുവദിക്കുന്നവർ ഈ വില്ലേജ് ഓഫീസിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിൽ ജീവനക്കാർ കൂട്ടവധിയെടുത്തു, നടപടി ഉണ്ടാകും എന്നറിയുന്നു. സർട്ടിഫിക്കറ്റ് ആവശ്യത്തിന് വന്ന പ്രാദേശിക ഇടതു നേതാക്കൾ ജീവനക്കാരെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് കൂട്ടവധിയെടുത്ത് പ്രതിഷേധിക്കുന്നത്. കൂട്ടവധിയെടുത്തത് തെറ്റാണ്, പ്രതിഷേധം പക്ഷേ ശരിയുമാണ്. എങ്കിലും എന്തിന് കൂട്ടവധിയെടുത്തു എന്ന കാരണത്തിൽ കൂടി നമ്മൾ നടപടിക്ക് പോകേണ്ടതുണ്ട് എന്ന് വേണം പറയാൻ. ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്.